അപകട സാധ്യതാ മേഖലയായി പൊന്നാനി അഴിമുഖം. മണൽത്തിട്ടകൾ മൂലം അപകടങ്ങൾ പതിവാകുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി തീരദേശ പോലീസ്. മത്സ്യബന്ധനത്തിനായി കടലിലിറങ്ങുകയും മത്സ്യബന്ധനം കഴിഞ്ഞ് കരയ്ക്കടക്കുകയും ചെയ്യുന്ന യാനങ്ങൾ പൊന്നാനി അഴിമുഖത്ത് അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. വേലിയിറക്ക സമയങ്ങളിൽ പുതിയ വാർഫിന് സമീപം നങ്കൂരമിടുന്ന ബോട്ടുകൾ മണൽത്തിട്ടയിൽ തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാകുന്നുണ്ട്. കൂടാതെ അഴിമുഖത്തേക്ക് ബോട്ടുകൾ കടന്നുവരുന്ന ഭാഗങ്ങളിലും മണൽത്തിട്ടകൾ അപകട ഭീഷണിയായിട്ടുണ്ട്. അഴിമുഖത്തിന്റെ ഘടനയെക്കുറിച്ച് ബോട്ട് തൊഴിലാളികൾക്ക് കൃത്യമായി അറിയുന്നതിനാലാണ് അപകടങ്ങൾക്ക് വഴിമാറുന്നത്. അടുത്തിടെ നടന്ന ഹൈഡ്രോഗ്രാഫിക് സർവേയിലും അഴിമുഖത്ത് മണൽത്തിട്ടയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് അഴിമുഖത്ത് ആഴം കൂട്ടാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത്. പ്രളയത്തെ തുടർന്ന് നിർത്തിവെച്ച മണൽത്തിട്ട നീക്കം ചെയ്തിരുന്നെങ്കിലും വീണ്ടും മണൽ അടിഞ്ഞുകൂടുകയായിരുന്നു. അഴിമുഖത്തെത്തുമ്പോൾ തൊഴിലാളികൾ ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്ന് പൊന്നാനി കോസ്റ്റൽ CA ശശീന്ദ്രൻ മേലയിൽ പറഞ്ഞു. കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളുകൊണ്ടും കടലിൽ ഭയങ്കര വ്യത്യാസം, സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ അപകടങ്ങൾ നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അഴിമുഖം ക്രോസ് ചെയ്ത് കടലിലേക്ക് പോകുന്ന സമയത്തും തിരിച്ച് കടലിൽ വരുന്ന സമയത്തും അഴിമുഖത്തിൻ്റെ സമീപത്തെത്തുമ്പോൾ നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കാമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് മാത്രമാണ് 2 തൊഴിലാളികൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. ഇതിനു മുമ്പ് ഉണ്ടായ അപകടങ്ങളിൽ അഴിയിൽ വീണ തൊഴിലാളികളുടെ മൃതദേഹം 30 കിലോമീറ്ററും 40 കിലോമീറ്ററും ദൂരെ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അവസ്ഥയിൽ അഴിമുഖത്തെത്തുന്ന സമയത്തെങ്കിലും തൊഴിലാളികൾ നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. അതിനു വേണ്ട പരിശോധന ഫിഷറീസ് പോലീസും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായിട്ട് പരിശോധന ശക്തമാക്കി. കടലിൽ നിന്നുമുള്ള മണൽ ശക്തമായ വേലിയേറ്റ സമയത്ത് പൊന്നാനി അഴിമുഖത്തേക്ക് എത്തുന്നത് മൂലം രൂപപ്പെടുന്ന മണൽത്തിട്ടകൾ ബോട്ടുകൾക്ക് അപകടങ്ങൾ വരുത്തിവെക്കുന്നത് ഒഴിവാക്കാനാണ് ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണൽ നീക്കം ചെയ്യുന്നത്. വലിയ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കിയാൽ മാത്രമേ ശാശ്വത പരിഹാരമാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വർഷങ്ങളായി അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടിയതിനാൽ നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത്. കഴിഞ്ഞ 2 വർഷമായി 10ഓളം ബോട്ട് അപകടങ്ങളാണ് അഴിമുഖത്തുണ്ടായത്. ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ പൂർത്തിയായാൽ ബോട്ടുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാകും. NCV ന്യൂസ് പൊന്നാനി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.